ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയത് മുതൽ കുഞ്ഞി കൂട്ടുകാർക്കൊപ്പമാണ് ശ്രുതി. കിങ്ങിണിയും തമ്പുരുവും സദാസമയം ശ്രുതിക്കൊപ്പമുണ്ട്. വാഹനാപകടത്തിൽ കാലിനു പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രുതി കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്ക് തിരികെ എത്തിയത്. അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കളും പേരക്കുട്ടികളുമാണ് ആശ്വാസമായി ശ്രുതിക്കൊപ്പമുള്ളത്. മുണ്ടക്കൈ ദുരന്തത്തിൽ അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ 9 ബന്ധുക്കളാണ് ശ്രുതിക്ക് നഷ്ടമായത്. പ്രതിശ്രുതവരൻ ജെൻസനെ കൂടി നഷ്ടമായതോടെയാണ് ശ്രുതി തനിച്ചായത്. പക്ഷേ ജെൻസന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നിശ്ചയദാർഢ്യമാണ് ഇപ്പോൾ അവളെ മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്തായാലും നന്നായിട്ട് തന്നെ പോകണമെന്നുണ്ട്. ഇച്ചാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഇച്ചായൻ്റെ കമ്പനി ഉണ്ട്, വിറ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജോലി വേറെ നോക്കണം. സർക്കാരിന്റെ ജോലി വാഗ്ദാനവും ഉണ്ടല്ലോ എന്ന ആശ്വാസത്തിലാണവൾ. ജെൻസന്റെ മാതാപിതാക്കൾ ശ്രുതിയെ കഴിഞ്ഞ ദിവസവും സന്ദർശിച്ചിരുന്നു. 3 ആഴ്ച കൂടി വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകഴിഞ്ഞാൽ നടന്നു തുടങ്ങാം. മാതൃഭൂമി ന്യൂസ്, വയനാട്.